വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. മക്കളെ, നമ്മൾ ഈ മിറർ ഒക്കെ പഠിക്കുന്ന സമയത്തെ പ്ലെയിൻ മിറർ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ പ്ലെയിൻ മിററിന്റെ ഇമേജ് ഫോർമേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇമേജ് ഫോർമേഷൻ മാത്രമല്ല, ആ ഇമേജിന്റെ പ്രത്യേകത കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതൊരു മിററാണ്. ഈ ഒരു മിററിന്റെ മുൻപിൽ നമ്മൾ ഇതെങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. സോ ഉറപ്പായിട്ടും ഒരു ഒബ്ജക്റ്റിൽ നിന്ന് രണ്ട് ലൈറ്റ് റേ വരണം, അല്ലെ? രണ്ട് ലൈറ്റ് റേ വരണം. ഇത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്ന സമയത്ത് ഇത് കൂട്ടിമുട്ടിയിട്ടുണ്ടോ? ഇല്ല. സോ നമ്മൾ ഇത് പുറകിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഡോട്ടഡ് ലൈനായിട്ട് പോയി ഇവിടെ നിന്നും പുറകിലേക്ക് ഡോട്ടഡ് ലൈനായിട്ട് പോകുമ്പോൾ ഇവിടെയാണ് ഇത് രണ്ടും കൂട്ടിമുട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സോ ഈ ഒബ്ജക്റ്റിനെ പ്ലെയിൻ മിററിനകത്ത് ഇവിടെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിരിക്കും നമ്മൾ ഇമേജ് കാണുക. ഇതിന്റെ പ്രത്യേകത നമ്മൾ നോക്കുന്ന സമയത്താണ് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുന്നത്. ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്, ഈ മിറർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള മിററിലേക്കുള്ള ഡിസ്റ്റൻസും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, മിററിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മിററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. എന്താ ശരിക്കും ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ? എടാ ഒന്നുമില്ല, നമ്മളിപ്പോ ഒരു ലെറ്റർ എഴുതിയിട്ട് ഇങ്ങനെ മിററിന് മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് നേരെ തിരിഞ്ഞ് ഇതേപോലെ ആയിരിക്കും ആ മിററിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. സോ മിററിൽ ഉണ്ടാകുന്ന ഇമേജ് എല്ലാം എന്തായിരിക്കും? ലാറ്ററൽ ഇൻവേർഷൻ നടത്തിയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒബ്ജക്ട് എടുത്താൽ മിററിനകത്ത് അത് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റുക. സോ ഈ ഒരു പ്രത്യേകതയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും ഇമേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കിയ കാര്യമാണ്, നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെക്കുന്നു. ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഇതിനകത്ത് വെർച്വലി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഇറക്റ്റഡ് ഇമേജ് ആയിരിക്കും, അല്ലെ? കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഇമേജ് ആയിരിക്കും. നമ്മളെ പോലെ എന്താ നമ്മളിങ്ങനെ നിൽക്കുന്നു അതേപോലെ ഇമേജ് അവിടെ തലകുത്തനെയാണോ നിൽക്കുന്നത്? ഒരിക്കലും അല്ല. സോ കൃത്യമായിട്ട് ഇറക്റ്റഡ് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്ലെയിൻ മിറർ ആണ്. ഓക്കെ. സോ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന്റെ അതേ ഹൈറ്റ് ആയിരിക്കും ഇമേജിന് ഉണ്ടായിരിക്കുക. ഒബ്ജക്റ്റിനെക്കാളും ചെറുതാണോ ഇമേജ് ഉണ്ടാവുന്നത്? ഒരിക്കലല്ല. അതേപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യമുണ്ട്, ഇവിടെ ഇമേജ് ഇറക്റ്റഡ് ആയിരിക്കും. ഇയാളും അല്ലെ ഒരേപോലെയാണ് നിൽക്കുന്നത്. ഇത് തലകുത്തനെയാണോ നിൽക്കുന്നത്? ഒരിക്കലും അല്ല. ഇനി ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കില്ലേ? ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ഒബ്ജക്റ്റിലേക്കുള്ള മിറർ എന്നുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. സോ നമ്മൾ ഈ പ്രോപ്പർട്ടി എല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇമേജ് എന്താണ്? വെർച്വൽ ആണ്. അതായത് ഡോട്ടഡ് ലൈൻസ് ഒക്കെ കൂട്ടിച്ചേർത്തിട്ടല്ലേ നമ്മൾ ഇമേജ് ഉണ്ടാക്കുന്നത്. സോ ഇത് വെർച്വൽ ഇമേജ് ആണ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താണ്? യെസ്, അവിടെ ഒബ്ജക്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഇമേജിൽ നിന്നുള്ള ഡിസ്റ്റൻസും എന്താണ്? മിററിൽ നിന്ന് തുല്യമാണ്. ദെൻ അടുത്തത് ഇമേജ് എന്താ? ലാറ്ററലി ഇൻവേർട്ടഡ് ആണ്. നമ്മൾ പറഞ്ഞു എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ എന്നുള്ളത്. ഇനി ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഇതെന്തായിരിക്കും? ഇറക്റ്റഡ് ആയിരിക്കും. ഒബ്ജക്റ്റ് നിവർന്നാണെങ്കിൽ ഇമേജ് നിവർന്നായിരിക്കും. ചില മിററിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ സ്പെഷ്യലി പറയുന്ന കാര്യമാണ് സ്പെറിക്കൽ മിറർ. ഈ സ്പെറിക്കൽ മിററിലെല്ലാം തല കുത്തനെയാണ്. നമ്മൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ, അതിന്റെ ഉൾഭാഗത്തൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തല കുത്തനെയായിരിക്കും കാണുന്നത്. അതേപോലെ ഒന്നും അല്ല, ഇവിടെ കറക്റ്റ് ആയിട്ട് ഇറക്റ്റഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമ്മൾ കിട്ടുന്നത്. സോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്ലെയിൻ മിററിന്റെ ഇമേജ് ഫോർമേഷനും അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിലൂടെ പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ. സോ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.